നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്നിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വീക്ക് ഡേ ആണ്. ഡിസംബർ 4 എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കർട്ടനൊക്കെ തുറന്നൊക്കെ സെറ്റായിക്കുമ്പോഴേക്കും സച്ചു എഴുന്നേറ്റ് വന്ന് ബാഗൊക്കെ ആയിട്ട് അവൾ കൊണ്ടുവന്ന് താഴെ വെച്ചു കേട്ടോ. എല്ലാം റെഡി ആകുമ്പോൾ വേഗം പാക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ആ രാവിലെ തന്നെ ലഞ്ച് ബോക്സ് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി ആകെ മൊത്തം തിക്കും തിരക്കും ബഹളമായിരുന്നു. ഡുങ്കുടൂന് ഞാനൊരു ബ്രെഡും ന്യൂട്ടല പരട്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ സച്ചുവിന് സ്കൂളിൽ ന്യൂട്ടല അലൗഡ് അല്ല. അത് കാരണം ഞാനൊരു ഇച്ചിരി മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് കൊണ്ട് അവൾക്ക് വേഗം 2 ദോശ ഉണ്ടാക്കി അതും സെറ്റാക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗ്രേപ്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്ന പരിപാടികളായിരുന്നു. ഡുങ്കുടു ആദ്യം പോയി. ഇന്ന് സനോയി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സനോയി വേഗം അവളെ കൊണ്ടാക്കാനായിട്ട് പോയി. ഡുങ്കുടു അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആകെ മൊത്തം പുറത്ത് നോക്കുമ്പോൾ തന്നെ കാണാറുണ്ട് ഭയങ്കര ഫോഗിയാണ്. നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ. ഡുങ്കുടു പോയ ഉടനെ ഞാൻ പെട്ടെന്ന് സച്ചുവിനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സച്ചുവിനെ റെഡിയാക്കിയപ്പോഴും പിന്നെ സനോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സനോയി തിരിച്ചു വന്നിട്ട് പിന്നെ സനോയി തന്നെ കൊണ്ടാക്കി. സനോയുള്ള ദിവസം 2 പേരെയും കൊണ്ടാക്കുന്ന പരിപാടി സനോയിൻ്റെയാണ്. വിളിക്കാനായിട്ട് പോകുമ്പോൾ ഞാനായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, ഓഫുള്ള ദിവസം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില ബിൽസ് ഇറക്കിയ അങ്ങനത്തെ ഓൺലൈനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇരുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒറ്റ ഇരിപ്പിൽ പെട്ടെന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ തീർന്നതിന് ശേഷം കഴിയില്ല. ഈ പറഞ്ഞ പോലെ മാറ്റിവെക്കുന്ന കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഡുങ്കുടുവിൻ്റെ കഴിഞ്ഞ ദിവസം. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അഴിക്കുന്നൊരു ദിവസം കൂടിയായിരുന്നു. ബർത്ത്ഡേ പാർട്ടി ഡിസംബർ 1 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഉള്ളത് ഡിസംബർ 4 ആണ്. 2 ദിവസമായി കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ പരിപാടി ഡെക്കറേഷൻസ് അയക്കലായിരുന്നു. ഡെക്കറേഷൻസ് അയച്ച് ഇനി ബലൂൺസ് എല്ലാം പൊട്ടിക്കുന്ന സൗണ്ടും കൂടി നമുക്ക് അങ്ങനെ കേട്ടാലോ. നല്ല കളറുള്ള ബലൂൺസ് ആയിരുന്നു കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മെറ്റാലിക് കളർ പോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പൊട്ടിച്ചാൽ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ പറയും ചെയ്തു കുറച്ച് ബലൂൺ അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ. അവർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ 2 ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നല്ലോ. ആ ബട്ടർഫ്ലൈ പിന്നെ എയറെല്ലാം നമ്മൾ മാക്സിമം കളഞ്ഞത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വെറുതെ പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം തന്നെ അതിൻ്റെ എയറെല്ലാം സ്ട്രോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ എയർ മുഴുവൻ കളഞ്ഞു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബാനേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം എടുത്ത് വെച്ചു. ഇനി അടുത്ത ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പിന്നെയും ഇറക്കാലോ എന്നുള്ളതിൽ ഈ പ്രാവശ്യം എന്താ പറയുക, ബട്ടർഫ്ലൈ മാത്രം എക്സ്ട്രാ നമുക്ക് ആഡായി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ പുറകിൽ നമുക്ക് ഇതുപോലെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ നമ്മൾ ഈ ഡെക്കറേഷൻ അവിടെ വെച്ചതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ഒരു പിക്ചറും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഇതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈറ്റ് ബൾബ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്കാണ് മാറ്റിയിരുന്നത്. അതൊക്കെ എല്ലാം നമ്മൾ തിരിച്ച് വെക്കണം. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതൊന്നും എടുത്ത് വെക്കാതിരുന്നു കേട്ടോ മെയിനായിട്ട്. അപ്പോൾ സമയമുള്ള ഫിറ്റിങ്സ് എല്ലാം നടക്കുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ച് എല്ലാം കൂടി ഒരുമിച്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പെയിൻറ്റിങ് എല്ലാം അതിൻ്റെ സ്ഥലത്തോട്ട് വെച്ചതിന് ശേഷം അടുത്തത് പിന്നെ നമ്മുടെ ഈ ഒരു ലാമ്പ് ഉണ്ടായിരുന്നു അവിടെ. ആ ലാമ്പ് നമ്മൾ അഴിച്ചു വെച്ചേക്കായിരുന്നു. കാരണം ആ ഡെക്കറേഷൻസ് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പം തടസ്സമായിരുന്നു കേട്ടോ ആ ലാമ്പ്. അപ്പം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ആക്ച്വലി മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ നിന്നിട്ടോ. അപ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് വയറെല്ലാം കണക്ട് ചെയ്തപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുകയാണ്. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഇത് ഊരിയത് ആക്ച്വലി നമ്മളായിരുന്നില്ല, നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലിയാണ് ഊരിയത്. അപ്പോൾ ഇത് തിരിച്ച് വെക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാം സെറ്റായത് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനം, തെറ്റിയിട്ടൊന്നുമില്ല, എല്ലാം കറക്റ്റാണ് എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ നമ്മൾ രാത്രിയിലത്തേക്ക് ഡുവറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡുവറ്റെല്ലാം നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്ന ഡുവറ്റാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് എടുത്ത് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബിൻ ബാഗിലേക്ക് നന്നായിട്ട് 2 ബിൻ ബാഗൊക്കെ ഇട്ടിട്ടാണോ ചെയ്യുക. അതിൽ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കെട്ടി ഉറപ്പിച്ച് വെക്കും. അതാകുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തെ അടുത്ത ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഡുവറ്റ് എടുക്കാമല്ലോ. അങ്ങനെയാണ് നമ്മൾ എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഓൾറെഡി നമ്മൾ 2 ബെഡ്റൂമിൽ ഓരോന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു. ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബിൻ ബാഗിലാക്കിയിട്ട് നന്നായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയൊന്നും വരില്ല. നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പം അതെല്ലാം നമ്മൾ ഇത് പറഞ്ഞ പോലെ വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഇത് ആക്ച്വലി ഒരു റഗ്ഗാണ്. പക്ഷേ നമ്മൾ റഗ്ഗായിട്ടല്ല യൂസ് ചെയ്യുന്നത്, പായ പോലെ യൂസ് ചെയ്യുക. ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ പായ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് ഗസ്റ്റ് വന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാം കെട്ടിപ്പൊട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് തന്നാ കേട്ടോ. അമ്മ വാങ്ങിയതായിരുന്നു. പിന്നെ അമ്മ
ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല, അമ്മ വിചാരിച്ച പോലെ നടന്നില്ല, അമ്മയുടെ പ്ലാൻ അനുസരിച്ച് നടന്നില്ല എന്നാണ്. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നു, അതാണ് സത്യം. അതെല്ലാം ഇതുപോലെ കെട്ടിപ്പൊട്ടി വെച്ചപ്പോൾ കെട്ടിപ്പൊട്ടി വയ്ക്കുന്ന സമയത്ത് ഞാൻ അവിടെ പറയുന്നു, ഇതേതാണ്ട് ഈ സിനിമയിലൊക്കെ കാണില്ലേ നമ്മൾ ഡെഡ് ബോഡി കെട്ടിപ്പൊടി അതുപോലെ ഉണ്ട് എന്നങ്ങനെ പറയുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അത് ആ സംഭവങ്ങളൊക്കെ എന്താ പറയുക, ബെഡിൻ്റെ അടിയിലോട്ടാണ് നമ്മൾ എടുത്ത് വെക്കാറ്. അതൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം അടുത്ത പരിപാടി, നമ്മുടെ റൂമിൽ ഇതുപോലൊരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഹാഫ് സ്റ്റോർ റൂമാണ്. നമുക്ക് ശരിക്കും ഡംപ് ചെയ്യാനുള്ള സ്പേസാണ്. നമുക്ക് കുറേ തട്ട് പിടിപ്പിക്കാം എന്നുണ്ടെങ്കിലും തട്ട് പിടിപ്പിക്കണമെങ്കിൽ നമുക്കത് കയറി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, വിൻ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഒരു ബോക്സ് നോട്ട് ആക്കിയിട്ട് ആ ബോക്സ് എല്ലാം എടുത്ത് വയ്ക്കും. പിന്നെ പിള്ളേരുടെ കുറച്ച് വലിയ ഡ്രസ്സസ് ഉണ്ട്, ഡുങ്കുളുവിൻ്റെ ഒക്കെ കുറേ പട്ടുപാവട അതൊക്കെ മാറ്റി വെച്ചതൊക്കെ ഉണ്ടാവും. അതെല്ലാം ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് അങ്ങ് എടുത്ത് വയ്ക്കും, സാരീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട്, ക്രിസ്മസ് ട്രീ നമുക്ക് ഇറക്കണമല്ലോ. അപ്പോൾ അതും എല്ലാം കൂടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മെയിനായിട്ടുള്ള പരിപാടി. ക്രിസ്മസ് ട്രീ ഒക്കെ ഏറ്റവും ബാക്കിലായിരുന്നു, കാരണം വർഷത്തിലൊഴുക്കി എടുക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ജമ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഡിസംബറിൽ മാത്രം വരുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതെല്ലാം ബോക്സിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ, പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഞാൻ അതിനകത്തേക്ക് വെക്കാറില്ല, ഇങ്ങനത്തെ സാധനങ്ങളാണ് വെക്കാറ്. പിന്നെ ഈ പറഞ്ഞ സമ്മറും വിൻ്ററും ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, ബോക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. സമ്മറിലെ ഡ്രസ്സസ് എല്ലാം എടുത്ത് നമ്മുടെ വാർഡ്രോബിലോട്ട് വെച്ചിട്ട് വാർഡ്രോബിലിരിക്കുന്ന വിൻ്റർ ഡ്രസ്സൊക്കെ തിരിച്ചു വയ്ക്കും, അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ ക്രിസ്മസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇറക്കിയതിന് ശേഷം പിന്നെ തിരിച്ച് നമ്മൾ ഇറക്കിയതുപോലെ തന്നെ തിരിച്ച് കയറ്റിയും വെക്കണം. ഇങ്ങനത്തെ പരിപാടികളതൊക്കെ ഞാൻ സനോയുള്ളപ്പോഴാണ് മിക്കവാറും ചെയ്യുക. എന്നെക്കൊണ്ട് എല്ലാം കൂടി ബോക്സിന് നല്ല വെയിറ്റ് ഉണ്ട് പൊക്കി എടുത്ത് വെക്കാനായിട്ട്. പിന്നെ ആ ജമ്പറെല്ലാം ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് വിരിച്ചൊക്കെ ഇട്ടോ, പുറത്ത് വെയിലത്തിടാനായിട്ട് വെയിലൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വിരിച്ചിട്ടിട്ട് അതിനകത്ത് കുറച്ച് പെർഫ്യൂമൊക്കെ എടുത്ത് വെച്ച് അടിച്ചു. അതിനുശേഷം അതൊന്ന് മടക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ജമ്പർ ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ക്രിസ്മസ് ട്രീ എവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷൻ വന്നത്. പിന്നെ മണി ട്രീയിൽ വെച്ചേക്കുന്ന ആ പൊസിഷനാണ് ആകെ ഒരു നല്ല പൊസിഷനായിട്ടുള്ളൂ, കാരണം പ്ലഗ് പോയിന്റ് വേണം നമുക്ക്. പിന്നെ പുറത്തുനിന്നൊരു വ്യൂവും കിട്ടണം, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ പുറത്തുനിന്നുള്ളൊരു വ്യൂ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ മണി പ്ലാന്റ് ഒന്ന് പതുക്കെ കുറച്ച് നാളത്തെ ഒരു മാസത്തേക്ക് നമുക്ക് മണി പ്ലാന്റിന് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റാം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എന്തായാലും ഇവിടെ 6 ചെയർ ഉണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ, നമുക്ക് 4 നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, 2 ടേബിൾ യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിള്ളേരെ വിളിക്കാനുള്ള സമയത്തിന് അതിൽ ഫുഡൊക്കെ കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സനോസ് ഡുങ്കുടൂനെ വിളിക്കാൻ പോയി, ഞാൻ സച്ചിനെ വിളിക്കാൻ പോയി. സച്ചി പുറത്തുനിന്ന് തന്നെ ക്രിസ്മസ് ട്രീ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ആ എക്സൈറ്റ്മെൻറ്റിലാണ് കയറി വരുന്നത് തന്നെ കേട്ടോ. ഉണ്ടാക്കിയോളെ പോവാണ്ട് നമുക്ക് വേഗം. അപ്പോഴേക്കും തന്നെ ഡുങ്കുടും എത്തിയിട്ടുണ്ടായിരുന്നു. ഡുങ്കുടും ഞാൻ പറഞ്ഞ സനോയാണ് വിളിക്കാൻ പോയത്. അപ്പോൾ സനോയ് വന്നപ്പോൾ തന്നെ മമ്മീനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഓട്ട പ്രദക്ഷിണമായിരുന്നു. പെട്ടെന്ന് തന്നെ പിള്ളേർക്ക് പാലുണ്ടാക്കി കൊടുക്കൽ, അവരൊക്കെ സ്നാക്ക് കഴിപ്പിക്കൽ, അവർ പോയി ഫ്രഷ് റെഡി ആവൽ, അങ്ങനെ ഇങ്ങനെ ആകെ മൊത്തം തെക്കും തിരക്കും ബഹളമായിട്ട് അടുത്ത നമ്മൾ പോകുന്നത് ഇന്ന് ഡുങ്കുടിന് പാരൻസ് ഈവനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാരൻസ് ഈവനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 4:30 അപ്പോയിൻമെൻറ്റ്. അപ്പോൾ പെട്ടെന്നായിരുന്നു, എല്ലാവരും പെട്ടെന്ന് റെഡിയായി പോയി. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ കുറേ ക്രിസ്മസ് ലൈറ്റ്സും എല്ലാ വീട്ടിലും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അതിനെ കുറിച്ച് പാരൻസ് ഈവനിങ്ങിൻ്റെ ഡിഫറൻസ് പറയാമെന്ന് വിചാരിച്ചിട്ടോ. പ്രൈമറിയിലും സെക്കൻഡറിയിലും വെച്ചിട്ട് പാരൻസ് ഈവനിങ്ങിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പ്രൈമറിയിലായിരുന്ന സമയത്ത് പാരൻസ് ഈവനിങ്ങിന് നമുക്ക് ഒരു ടീച്ചർ, അവരെ ക്ലാസ് ടീച്ചറിനെ മാത്രമേ നമ്മൾ കാണുള്ളൂ, അവർ മൊത്തമായിട്ടുള്ള റിപ്പോർട്ട് തരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്കില്ലേ അതുപോലെയാണ് കേട്ടോ സംഭവം. നമുക്ക് ഓരോ ടീച്ചേഴ്സിനും നമുക്ക് കാണാം, ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്തും അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമുക്ക് ടൈം വെച്ചിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. എല്ലാ ടീച്ചേഴ്സിനും കാണണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ടീച്ചേഴ്സിനെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് കാണാം. അവരവരുടെ പേഴ്സണലായിട്ടുള്ള സംഭവങ്ങൾ തരും. ഇവർ സെറ്റ് തിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്ക് അടിസ്ഥാനത്തിൽ സെറ്റ് തിരിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അവരോട് സംസാരിക്കാം, അവർ പറഞ്ഞു തരും ഏതൊക്കെ സെറ്റാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാരൻസ് ഈവനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നേരെ വേഗം പോയി ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഉണ്ടാക്കി. ഇവരിവിടെ ക്രിസ്മസ് ട്രീ ഇടാനുള്ള ധൃതിയിലാണല്ലോ നിൽക്കുന്നത്. പിന്നെ അവസാനം ക്രിസ്മസ് ട്രീ ഇടാനുള്ള തിരക്കിലോട്ട് നമ്മൾ പോയേക്കാണ്. അപ്പോൾ അതെല്ലാം പൊളിച്ചും. അപ്പോൾ ഡുങ്കുട് പറഞ്ഞു, ഇപ്രാവശ്യം ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ക്രിസ്മസ് ട്രീ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട്, അവൾ ഒറ്റയ്ക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി എല്ലാവരെയും പിടിച്ച് മാറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അത് ആ കാണുന്ന സാന്റാക്ലോസ് ഉണ്ടല്ലോ, കണ്ടായിരുന്നോ, അവൾ എടുത്തു നിന്ന് അതിൻ്റെ പരിപാടി ക്രിസ്മസ് ട്രീ ഇട്ട് കഴിയുന്നതോടുകൂടി തന്നെ തീർന്നുണ്ടായിരുന്നു കേട്ടോ. അത് കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണത് പൊട്ടിയിട്ടുണ്ടായിരുന്നു സച്ചിൻ്റെ കയ്യിൽ നിന്ന്.
അപ്പോൾ അങ്ങനെ ഇന്ന് ഡൂഡു ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യുക, അത് ചെയ്യണം ഈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് നിവർത്തിയതിന് ശേഷം വിടർത്തിയതിന് ശേഷം അടുത്തത് ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സൈഡിൽ നിന്ന് സനോജ് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തൊരു ഗ്ലാസ് കാപ്പി പിടിച്ച് സുഖമായിട്ടിരുന്ന് കാപ്പി പിടിച്ച് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സംഭവം. അപ്പോൾ ഇത് വിടർത്തിയതിന് ശേഷം അടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഗൈഡിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധനം തൊടാൻ അവർ സമ്മതിച്ചില്ല, എല്ലാം അവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്യലായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാപ്പി കുടിക്കലും പിന്നെ റീൽസിന് വേണ്ടിയിട്ടും ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഒരു എന്താ പറയുക, ഒരു വേറൊരു വൈബാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ട്രീ എന്നുള്ള കാര്യം ഭയങ്കര വൈബാണെന്ന് തോന്നുന്നു. ഇതിനിടയിൽ കറക്റ്റ് അല്ലേ എന്നൊക്കെ ഇല്ലെങ്കിൽ എല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞ് വീടുമല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് പോയി ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, സെറ്റായോ ഒന്ന്. സച്ചിനാണെങ്കിൽ പകുതി എത്തി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ മുകളിലേക്ക് കയ്യെത്താത്തതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആക്ച്വലി ഈ ക്രിസ്മസ് ട്രീ നമുക്കൊരു 3-4 കൊല്ലം മുന്നേ വാങ്ങിയൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. സെയിം ഇത് നമ്മൾ എടുത്ത് വെക്കുന്നു, വീണ്ടും ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ വർഷവും വാങ്ങുന്ന പരിപാടികളില്ല, അതാരും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ വൺ ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കും ക്രിസ്മസ് ട്രീ ഇടുന്നവർക്കും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ക്രിസ്മസിന് നല്ലൊരു ക്രിസ്മസ് ട്രീ കിട്ടാനൊക്കെ കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വൺ ടൈം വാങ്ങിയാൽ മതിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അതിനുശേഷം എന്താ ലൈറ്റ്സും നമുക്ക് ഒരു 2 സെറ്റ് ഓഫ് ലൈറ്റ്സ് അങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാം, ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ചുറ്റാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിനിടയിൽ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കണം, റീൽസ് എടുക്കണം, ഇതെല്ലാം ഉണ്ടല്ലോ, എല്ലാം നടത്തണം. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് എടുക്കുന്നത് ഒരു സൈഡിൽ കൂടെ, റീൽസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വേറെ. അത് കൂടാതെ ഈ പറഞ്ഞ പോലെ ലൈറ്റ്സ് വെച്ചിട്ട് പിള്ളേർക്ക് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക സ്റ്റാറ്റസ് ഇടണം, അവർക്ക് അങ്ങനെ ഇടണം, എന്താ പറയുക വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടണം, അവർക്ക് വീഡിയോസ് എടുക്കണം. ഡുങ്ഡുനും ഇങ്ങനെ ഉണ്ട് കേട്ടോ, ചില ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് അവളത് കമ്പൈൻ ചെയ്തതിന് ശേഷം വീഡിയോ ആക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ റെഡി ആവണു. അങ്ങനെ ഇത് വയറെല്ലാം ഇങ്ങനെ ചുരുട്ടിക്കുട്ടി വെച്ചതുകൊണ്ട് കുറച്ച് ടാങ്കിൾഡ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ടാങ്കിളിലൊക്കെ മാറ്റുന്ന പരിപാടിയുണ്ട്. അതാ കണ്ടില്ലേ, ലൈറ്റ്സ് കഴുത്തിക്കൂടെ ഇട്ടിട്ടുള്ള സ്റ്റാറ്റസ് എടുക്കൽ, ഫോട്ടോ എടുക്കൽ, അങ്ങനെ എടുക്കൽ, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പക്ഷേ ഒരു വേറൊരു വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീസണും കൂടിയാണ് ഡിസംബർ. അതിന് മെയിനായിട്ട് ഈ ലൈറ്റ്സും കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. തണുപ്പ് മാത്രമാണ് ഒരു ഇച്ചിരി വിഷമം. പക്ഷെ എന്നാലും എനിക്ക് തോന്നും സമ്മറുള്ള ക്രിസ്മസിന് സമ്മറുള്ള സ്ഥലം വെച്ച് നോക്കുമ്പോൾ എനിക്കറിയില്ല, അത് ചിന്തിക്കുമ്പോൾ അയ്യോ ഇരുട്ടൊക്കെ വേണം, ഇരുട്ടൊക്കെ ഉണ്ടെങ്കിലേ രസമുള്ളൂ, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെങ്കിലേ രസമുള്ളൂ എന്ന് തോന്നും. പക്ഷേ പുറത്തോട്ട് ഇറങ്ങാൻ ഈ തണുപ്പത്ത് ഭയങ്കര മടിയുമാണ്. എൻ്റെ ഓരോരുത്തർക്കും ഓരോരോ കൺസെപ്റ്റാണ് കേട്ടോ. എൻ്റെ ഒരു രീതിയിലാണ്, എനിക്കിഷ്ടമുള്ള രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ലൈറ്റ്സ് എല്ലാം ഇട്ടതിന് ശേഷം അടുത്ത് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി നമ്മുടെ എന്താ പറയുക ബബിൾസ് ഡെക്കറേഷൻ ഓരോ ഇങ്ങനെ തൂക്കാനുണ്ടല്ലോ ഓരോ ഇത്. അപ്പം ആ ബബിൾസാണ് നമ്മുടെ കയ്യിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു ഗിഫ്റ്റിൻ്റെ സ്റ്റാർസ് അങ്ങനത്തെ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഞാനും കൂടി കാരണം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ടൈം ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പാരൻസ് ഈവനിങ് കഴിഞ്ഞിട്ടുമാണല്ലോ വന്നത്. അത് വന്നപ്പോൾ തന്നെ 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതും കൂടി ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതല്ല ലാസ്റ്റ് സ്റ്റാർ വെക്കുന്നത് ദിവസമാണോ ഞാൻ ലാസ്റ്റ് വെച്ച് എല്ലാവരും എല്ലാം ചെയ്തില്ല, ഇനി ഞാൻ സ്റ്റാർ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാറൊക്കെ വെച്ച് പിന്നെ ഈ പറഞ്ഞ ക്രിസ്മസ് ട്രീ കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, കുറേ ഫോട്ടോസ് എടുക്കൽ, ഫാമിലി ഫോട്ടോസ് എടുക്കൽ, സിംഗിൾ ഫോട്ടോസ് എടുക്കൽ, അങ്ങനത്തെ ഫോട്ടോസ് എടുക്കൽ, മറിച്ച ഫോട്ടോസ് എടുക്കൽ, അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീഡിയോസും അങ്ങനെയുള്ള ഇതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വേറൊരു അടുത്ത സെറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ജനലിൽ ഇങ്ങനെ തൂക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൂക്കാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങനെ വെച്ചു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉള്ള ഒരു സീൻസും എല്ലാം ഈ ഒരു വൈബ് ഭയങ്കര രസമാണ്. അങ്ങനെ കാണാനായിട്ട് നല്ല വൈബ് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ ഇനി ഇവരുടെ ഫോട്ടോ സെക്ഷൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് റീത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഡെക്കറേഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കേഴ്സ് പിന്നെ നമ്മൾ വാതിൽമേയും അതുപോലെ തന്നെ മെയിൻ ഹോളിലെ ജനൽമേയും ഒക്കെ നമ്മളിങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സച്ചുവിൻ്റെ ക്രിസ്മസ് സോങ് കൂടി കേൾക്കാം. ക്രിസ്മസ് സോങ് കാണും കേൾക്കും ഒക്കെ ചെയ്യും. Santa, tell me if you're over there. Don't ever fall in love again, and he won't be here next year. Santa, tell me if he really cares, 'cause I can't give it all away if he won't be here next year. Feeling Christmas all around, and I'm trying to play it cool, but it's hard to focus when I see you walking across the room. Let us know what's blasting now, and I won't get in the mood. I'ma put in that mistletoe until I know it's true love.
ക്രിസ്മസ് സോങ് ഒക്കെ പാടി ഈ ഒരു വൈബ്, ഈ ഒരു രസമാണ്, ഭയങ്കര രസമാണ് കേട്ടത്. ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഈ ലൈറ്റ്സ് മാത്രം വെച്ചിരിക്കാനായിട്ട് നമ്മുടെ ഫിഷിൻ്റെ ലൈറ്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ആയപ്പോഴേക്കും പിള്ളേർക്ക് ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഉണ്ടായിരുന്ന ചോറൊക്കെ എടുത്ത് ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.